പോപ്പുലർ ഫിനാൻസ് എം ഡി തോമസ് ഡാനിയലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ഇ.ഡി. ആവശ്യം തള്ളി. സുപ്രീം കോടതിയാണ് ആവശ്യം തള്ളിയത്. തോമസ് ഡാനിയലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് നിക്ഷേപകരും കോടതിയിൽ ആവശ്യപ്പെട്ടു. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ജാമ്യം റദ്ദാക്കണമെന്നാണല്ലോ ഇ.ഡി. ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നിക്ഷേപകരും കോടതിയിൽ ഇക്കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താ? മോത്തി, പോപ്പുലർ ഫിനാൻസിന്റെ എം ഡി ആയ തോമസ് ഡാനിയൽ നേരത്തെ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഈ നിക്ഷേപകരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജു ആയിരുന്നു. ഈ തോമസ് ഡാനിയലിന്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ തോമസ് ഡാനിയൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഈ നിക്ഷേപകരുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് തോമസ് ഡാനിയൽ ലംഘിക്കുകയാണെങ്കിൽ ഈ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതിയെ തന്നെ സമീപിച്ച് ആ ജാമ്യം റദ്ദാക്കുന്നതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും തോമസ് ഡാനിയലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മോത്തി, ശരി, വിശദ വിവരങ്ങൾ നൽകിയത് ബി ബാലഗോപാലാണ്. നല്ല ദിവസം ആശംസിക്കുന്നു ബാലഗോപാലിനും വിഷ്ണുപ്രസാദിനും എല്ലാവർക്കും.